ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ഫണ്ടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വെയിറ്റ് ചാലഞ്ചിൻ്റെ അപ്ഡേറ്റ് തരാൻ വന്നതാണ്. ആകെ ഒരു കിലോയും കൊണ്ടിട്ടില്ല കേട്ടോ. 100 തന്നെയാണ്, ഇപ്പോൾ ഒരു മാറ്റവും ഇല്ല. പക്ഷെ നമ്മളതിലൊരിക്കലും സങ്കടപ്പെടരുത്. കാരണം നമ്മൾ പറയില്ലേ, ഫീലിയേഴ്സ് ഉണ്ടാവും. നമ്മൾ ഈ വീക്കിൽ 99 ആക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തത്. എല്ലാ കാര്യം ഫോഴ്സ് എനിക്കും അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പാളിച്ച ഉണ്ടായി. നമ്മൾ ഇത്രയും നാളും ചെയ്തത് മാത്രം പോരാ, നമ്മൾ കുറച്ചുകൂടി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണം. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുമ്പോൾ എല്ലാ ചാലഞ്ചും വൃത്തിക്ക് നടക്കണമെന്നൊന്നുമില്ലല്ലോ. അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. മെയിനായിട്ട് ഒത്തിരി എന്താ പറയുക, ഫുഡിൻ്റെ കാര്യത്തിലായാലും ഞാൻ കുറച്ച് ഡയറ്റൊക്കെ ചെറുതായി തെറ്റിച്ചു. വൃത്തിക്ക് ഭക്ഷണം കഴിക്കലൊന്ന് കൂടി. പിന്നെ നമുക്കത് അടുത്ത ആഴ്ച ബാലൻസ് ചെയ്യാം. പോരാത്തതിന് വർക്കൗട്ട് ഞാൻ കുറവായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്നത് വളരെ കുറവാണ് ചെയ്യുന്നത്. അത് നാളെ തൊട്ടുള്ള പരിഹാരം ഞാൻ ചെയ്യാനുള്ള പ്ലാനാണ്. നാളെ തൊട്ട് ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഓടാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. നടക്കുമോയെന്നറിയില്ല, എന്നാലും പരമാവധി അലാം വെച്ചിട്ട് എഴുന്നേക്കാൻ നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് വേൾഡ് കപ്പ് ഫൈനൽ കൂടിയാണ്. ഈ കളി കഴിഞ്ഞിട്ട് നാളെ വന്ന് കിടന്നിട്ട് പിന്നെ 5:30 എഴുന്നേറ്റ് ഓടാന്നുണ്ടെങ്കിൽ 6 മണിക്ക് എഴുന്നേറ്റ് ഓടാന്ന് പറയുന്നത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല. എന്തായാലും ശ്രമിക്കുന്നുണ്ട്. അപ്പം പിന്നെ എന്തായാലും ആ ഒരു വഴിയാണ് ഇനി നോക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് നടക്കാനും പിന്നെ ബാക്കി നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് അടുത്ത ആഴ്ച വരുമ്പോൾ ഈ നല്ലൊരു റിസൾട്ട് 99 എത്താൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ പോകും. കാരണം നമ്മൾ 1 കിലോ തന്നെ വയ്ക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ 100 കിലോ തന്നെയാണ്. എന്ന് കരുതി എന്നാ വാ 98 ആക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് കുറച്ച് എക്സ്ട്രീമായിട്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എനിക്ക് അതിൻ്റെ അടുത്ത ആഴ്ച റിസൾട്ട് വേണം. കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 100 ടു 101 തൊട്ടിട്ട് 75 വരെയുള്ള ടാർഗറ്റാണ്. അതിൽ വീക്ക് 2 ആയിട്ടുള്ളൂ. ആ വീക്ക് 2വിൽ നമ്മൾ 100 തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യാം. നമുക്ക് വർക്കൗട്ട് ചെയ്ത് കൂടുതൽ കുറയാണെങ്കിൽ കുറഞ്ഞോട്ടെ. നമ്മൾ ആരെങ്കിലും എന്താ പറയുക, നമ്മുടെ ശരീരത്തിൻ്റെ ഇതിനോട് നമ്മൾ എന്താ പറയുക, അയ്യോ ഇത്ര കൂടുതൽ കുറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഇത്തിരി കൂട്ടി കഴിക്കാം, അങ്ങനെ ചിന്തിക്കുന്നില്ല. കുറയുന്ന പോലെ കുറയട്ടെ. അപ്പം അടുത്ത വീക്ക് ഞാൻ പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് വരാം. എന്താ പറയുക, ഫാറ്റ് ലോസ് നല്ല രീതിയിൽ പോകുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം എന്തായാലും ഈ ഒരാഴ്ചയല്ലേ, പിന്നെ സ്റ്റാർട്ടിങ് അല്ല നമ്മുടെ. അപ്പോൾ അത് നമുക്ക് മിസ്റ്റേക്സുകൾ ഉണ്ടാവും. നമുക്ക് ചിന്തിക്കുന്ന കാര്യങ്ങളിൽ മിസ്റ്റേക്ക് ഉണ്ടാവും, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മിസ്റ്റേക്ക് ഉണ്ടാവും. കാരണം ഫാറ്റ് ലോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു ഫാറ്റ് ലോസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും. സ്റ്റാർട്ടിങ് ടൈം എപ്പോഴും പ്രശ്നമാണ്. നമ്മൾ ആ ട്രാക്കിൽ കയറണ വരെ പ്രശ്നമാണ്. പക്ഷെ ആ ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പവറായിരിക്കും. പിന്നെ നമ്മൾ ഒറ്റയടിക്ക് എല്ലാ ആഴ്ചയും കറക്റ്റ് ടാർഗറ്റായിട്ട് പോകും. എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച ഞാൻ ടാർഗറ്റ് കൃത്യമായിട്ട് എത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവർക്കും ഓക്കെ. അപ്പോൾ ഇന്നത്തെ സൺഡേ ഫണ്ടേ നമ്മുടെ ചാലഞ്ച് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.